viewers, it's me Musin from MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. അപ്പോൾ മക്കളെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ മാത്സിൽ വരുന്ന ഓണപരീക്ഷ വരെ മാത്സിൽ വരുന്ന ഇമ്പോർട്ടൻസ് ആയ എല്ലാ ഇക്വേഷൻസും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയ അരിതമെറ്റിക് സീക്വൻസസ് സമാന്തര ശ്രേണികളിൽ ഏതൊക്കെ ഇക്വേഷൻസ് വരുന്നത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ആണ് മക്കളെ d is equal to ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതായത് പൊതുവ്യത്യാസം കാണാൻ ഇക്വേഷൻ എന്താണ്? പദവ്യത്യാസം ഹരിക്കണം സ്ഥാന വ്യത്യാസം. അതേപോലെ നമുക്ക് പൊസിഷൻ ഓഫ് എ ടേം, അതായത് ഒരു പദത്തിന്റെ സ്ഥാനം അല്ലെങ്കിൽ എത്രാമത്തെ ടേം ആണ്, അങ്ങനെയൊക്കെ എത്രാമത്തെ പദമാണെന്നൊക്കെ അറിയാനുള്ള ഇക്വേഷൻ ആണ് n is equal to xn minus x1 by d plus 1. എന്താണ് n is equal to xn minus x1 by d plus 1. അതേപോലെ സമ്മ് കാണാൻ, തുക കാണാൻ ഇക്വേഷൻ എന്താണ്? സമ്മ് ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ, അതായത് പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആണെങ്കിൽ തുക കാണാൻ ഇക്വേഷൻ ആണ് സം ഓഫ് വൺ പെയർ ഇൻറ്റു നമ്പർ ഓഫ് പെയർസ്. അതായത് ഒരു ജോഡിയുടെ തുക ഇൻറ്റു ജോഡികളുടെ എണ്ണം. അതേപോലെ സം എന്താണെങ്കിൽ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ്, എന്താണെങ്കിൽ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. തുക കാണാൻ ഇക്വേഷൻ എന്താണ്? മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് പറയുന്നത്. അതേപോലെ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ ഇപ്രാവശ്യം എന്തില്ല, ഇക്വേഷൻസും കാര്യങ്ങളൊന്നുമില്ല, കൺസെപ്റ്റും കാര്യങ്ങളാണ്. ആ കൺസെപ്റ്റ് കറക്റ്റ് ടെക്സ്റ്റിൽ നോക്കി ആ പോയിന്റ്സുകളും കാര്യങ്ങളൊക്കെ പഠിക്കുക. എങ്ങനെ കൺസെപ്റ്റ് കാര്യങ്ങൾ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. നമ്മൾ കുറേ വൺ ഷോട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചാപ്റ്ററിന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺസെപ്റ്റും കാര്യങ്ങളും സെറ്റായി പഠിക്കുക. അടുത്ത ഇക്വേഷൻസ് വരുന്നത് നമ്മുടെ തേർഡ് ചാപ്റ്റർ ആയ അരിതമെറ്റിക് സീക്വൻസസ് ആൻഡ് ആൽജിബ്ര, അതായത് സമാന്തര ശ്രേണിയും ബീജഗണിതവും പറഞ്ഞ ചാപ്റ്ററിലാണ്. അടുത്ത് എന്ത് വരുന്നത് മക്കളെ? ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻസ് ഒക്കെ വരുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ തന്നെ ആൽജിബ്രായിക് ഫോം, ബീജഗണിത രൂപം കാണാൻ ഇക്വേഷൻ എന്താണ്? xn is equal to dn plus f minus t. എന്താണ് xn is equal to dn plus f minus t? ഇത് എന്ത് കാണാൻ ഇക്വേഷൻ ആണ്? ആൽജിബ്രായിക് ഫോം അല്ലെങ്കിൽ nth ടേം അല്ലെങ്കിൽ ആൽജിബ്രായിക് എക്സ്പ്രഷൻ, ഇതൊക്കെ പറഞ്ഞ എന്താണ്? ബീജഗണിത രൂപം എന്നാം പദം കാണാൻ ഇക്വേഷൻ ആണ് xn is equal to dn plus f minus t. അതേപോലെ സമ്മ്, തുക കാണാൻ ഇക്വേഷൻ ഏത് നമ്പർ ഓഫ് ടേംസ് ആയിക്കോട്ടെ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഓഡ് നമ്പർ ഓഫ് ടേംസിൻ്റെയും ഈവൻ നമ്പർ ഓഫ് ടേംസിൻ്റെയും സെപ്പറേറ്റ് പഠിച്ചു. ഇനി ഏതും ആയിക്കോട്ടെ, ഏത് കാണാൻ ഇക്വേഷൻ ആണ് Sn is equal to n/2 into x1 plus xn. ഇത് ഏതായിക്കോട്ടെ, ഒറ്റ സംഖ്യ ആണെങ്കിലോ എത്ര സംഖ്യ ആണെങ്കിലോ ഒന്നും നോക്കണ്ട, ഏതിൻ്റെ നമുക്ക് ജനറലായി കാണാൻ ഇക്വേഷൻ ആണ് Sn is equal to n/2 into x1 plus xn. ഇതിൽ n പറഞ്ഞ നമ്പർ ഓഫ് ടേംസിൻ്റെ സീക്വൻസ്, പദങ്ങളുടെ എത്ര പദത്തിൻ്റെ തുക കാണാൻ പറഞ്ഞ് അതാണ് n. x1 എന്ന് പറഞ്ഞ ഫസ്റ്റ് ടേം ആദ്യ പദം, xn പറഞ്ഞ ലാസ്റ്റ് ടേം അവസാന പദം. അതേപോലെ നമുക്ക് xn is equal to n plus b, അതായത് ഒരു സീക്വൻസിന്റെ ബീജഗണിത രൂപം ആൽജിബ്രായിക് ഫോം തന്നിട്ട് കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ xn is equal to n plus b പറഞ്ഞ ഫോമിൽ നമുക്ക് തരിക. അങ്ങനെ തന്നിട്ട് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കാണാൻ എന്നിന്റെ കൂടെ ഏതാ നമ്പർ അതായിരിക്കും നമ്മളെ കോമൺ ഡിഫറൻസ്. അങ്ങനെയാണ് ഇവിടെ എന്നിന്റെ കൂടെ ഏതാണ്? എ അല്ലേ? അപ്പോൾ d is equal to a എന്ന് എഴുതി വെച്ചാൽ മതി. അതേപോലെ ഫസ്റ്റ് ടേം കാണാൻ എന്ത് ചെയ്താൽ മതി? a plus b, എയും ബിയും തമ്മിൽ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ആദ്യ പദവും കിട്ടും. അതേപോലെ നമുക്ക് സമ്മിന്റെ ജനറൽ ഫോം pn സ്ക്വയർ പ്ലസ് qn ഫോമിൽ തരികയാണ്. ഇങ്ങനെ തന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യനിൽ സം ഓഫ് ജനറൽ ടേംസ് ഓഫ് എന്താ പറയുക അരിതമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ n ടേംസ് ഓഫ് എൻ അരിതമെറ്റിക് സീക്വൻസ് ഈസ് pn സ്ക്വയർ പ്ലസ് qn എന്ന് പറഞ്ഞ ഫോമിൽ ഒരു ഇക്വേഷൻ തരും. എന്നിട്ട് അതിന് നമ്മളോട് കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേം കാണാൻ പറയും, ആദ്യ പദം കാണാൻ പറയും, പൊതുവ്യത്യാസം കാണാൻ പറയും. അപ്പോൾ പൊതുവ്യത്യാസം കാണാൻ ചെയ്യേണ്ടത് നമുക്ക് 2p ചെയ്യാം. n സ്ക്വയറിന് കൂടുതൽ നമ്പറാണ് p, അതിൻ്റെ ഇരട്ടി എടുത്ത് എന്ത് കിട്ടും? നമുക്ക് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കിട്ടും. ഫസ്റ്റ് ടേം കാണാൻ p പ്ലസ് q, പിയും ക്യൂയും തമ്മിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അതേപോലെ നമുക്ക് എന്താണ് മക്കളെ? നാച്ചുറൽ നമ്പേഴ്സിന് സമ്മ് കാണാൻ ഇക്വേഷൻ, അതായത് nl സംഖ്യകളുടെ തുക കാണാൻ ഇക്വേഷൻ എന്താണ്? n into n plus 1/2. സമ്മ് കാണാൻ ഇക്വേഷൻ എന്താണ്? n into n plus 1/2. അതേപോലെ ഈവൻ നമ്പേഴ്സിന്റെ ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ ഇക്വേഷൻ എന്താണ്? n into n plus 1. എന്താ വരും മക്കളെ? n into n plus 1. അതേപോലെ ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യയുടെ തുക കാണാൻ ഇക്വേഷൻ എന്താണ്? n സ്ക്വയർ എന്ന് വരിക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻസ് ആണ് മക്കളെ. നിങ്ങൾ എന്തായാലും ഇത് നോക്കാതെ പോകരുത്, അത്ര ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ആണ്. അതേപോലെ മക്കളെ നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ ആയ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, അതായത് സാധ്യതകളുടെ ഗണിതം പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് പ്രോബബിലിറ്റി, സാധ്യത കാണാൻ ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഏതും വേണമെന്ന് വേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, അതായത് അനുകൂല ഫലങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. ഇതാണ് എന്ത് കാണാൻ ഇക്വേഷൻ നമ്മളത്? എന്താ മക്കളെ? പ്രോബബിലിറ്റി, സാധ്യത കാണാൻ ഇക്വേഷൻ. അതേപോലെ തന്നെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ജോമെട്രിക്കൽ പ്രോബബിലിറ്റി. എന്താണ്? ജ്യാമിതീയ സാധ്യത കാണാൻ ഇക്വേഷൻ എന്താണ്? ഫേവറബിൾ ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ, അനുകൂല പരപ്പളവ് ഹരിക്കണം ആകെ പരപ്പളവ്. അപ്പോൾ നമുക്ക് ഒരേപോലെ ആക്കാൻ പറ്റാത്ത ഫിഗേഴ്സും ഷേപ്പൊക്കെ തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് ഇതിൽ വെച്ച് ചെയ്യാൻ കഴിയൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജാമിതീയ പ്രോബബിലിറ്റി, ജോമെട്രിക്കൽ പ്രോബബിലിറ്റി, ജാമിതീയ സാധ്യത വെച്ച് തന്നെ എന്ത് ചെയ്യണം മക്കളെ? നമ്മളിത് ആൻസർ ചെയ്യണം. എന്താണ്? പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ഫേവറബിൾ ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ, അനുകൂല പരപ്പളവ് ഹരിക്കണം ആകെ പരപ്പളവ്. ഈ രീതിയിൽ വേണം ചെയ്യാൻ. അതേപോലെ നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററിൽ എന്തില്ല മക്കളെ? ഇക്വേഷൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്താണ് സ്ക്വയർ
സ്ക്വയർ കംപ്ലീഷൻ വർഗത്തീവ് എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ പറയുന്നത്. വേറെ ഇക്വേഷൻസ് ആയിട്ട് സെപ്പറേറ്റ് വരുന്നു കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ നമ്മൾ 6ാമത്തെ ചാപ്റ്ററിൽ ഇക്വേഷൻസ് ആയിട്ട് നമ്മൾ പഠിക്കാൻ എത്തുന്നുള്ളൂ. നമുക്ക് 2 അംശം എന്താണ് 45:45:90 ആണെങ്കിൽ 1:1:√2, 30:60:90 ആണെങ്കിൽ 1:√3:2. ഈ കാര്യം മാത്രം നമുക്ക് ഓൺ എക്സാം വരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ വീണ്ടും വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.